അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണവും സെവൻസിനോടൊപ്പം. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിൽ ഗുരുവന്ദനം നടത്തി. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിൽ ഗുരുവന്ദനം നടത്തി. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടാണ് സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിൽ അംഗനവാടി അധ്യാപകരെ ആദരിച്ചത്. യോഗത്തിൽ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗുരുവന്ദനം എന്ന അധ്യാപകരുടെ ദിനമാവുന്ന ഈ സമയത്ത് വേറെയും സ്കൂളുകളിലൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇവിടെ കാണുന്നു, ഈ വർഷവും ഇവിടെ കാണുന്നു. ഇതൊരു അനുഗ്രഹം തന്നെയാണെന്ന്, ഇവിടുത്തെ മക്കൾക്ക് അതൊരു അനുഗ്രഹം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോയ് ചക്കാലകൾ ഉദ്ഘാടനം ചെയ്തു. ആരെങ്കിലുമൊക്കെ ആദരിക്കുക എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത കാര്യങ്ങളെ ഒന്ന് ഓർക്കാനും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും അവരെ അതിനെ അഭിനന്ദിക്കാനും ഒക്കെ കഴിയുന്നത് അവരുടെ ജീവിതത്തിലും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദരിക്കുന്ന വ്യക്തികൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷം ഇരട്ടിയാകുന്നു. നമ്മുടെ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ, ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞുനാളിലെ തന്നെ നമ്മുടെ രൂപീകരണത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് ആ ടീച്ചർമാർ തന്നെയാണ്. അംഗനവാടി അധ്യാപകർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്കൂളിലെ അധ്യാപികയായ റാണി വർഗീസിന്റെ മകൻ ടോം വർഗീസിനെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് ജോൺ കരിപ്പാട്ട്, വാർഡ് മെമ്പർ റീത്ത പീറ്റർ, മുൻ എച്ച്എം മാർഗരറ്റ് കേച്ചി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചിട്ടയായ പഠനവും കഠിനാധ്വാനവും ആഗ്രഹവുമാണ് തനിക്ക് ഈ വിജയം സമ്മാനിച്ചതെന്ന് മറുപടി പ്രസംഗത്തിൽ ടോം കുട്ടികളോട് പറഞ്ഞു. കുട്ടികളോട് എനിക്ക് 2 കാര്യം പറയാനുള്ളത്. ഒന്ന്, നന്നായിട്ട് പഠിക്കുക. 2, ടീച്ചേഴ്സും പാരൻസും പറയുന്നത് അനുസരിക്കുക. പഠിക്കുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഡിറ്റർമിൻഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഉണ്ടാവില്ല, വലുതാകുമ്പോൾ ആരാണെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, അവിടെ എത്താൻ പറ്റും. ഇങ്ങനെ ഒരു ആദരവ് നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ദൈവാനുഗ്രഹത്താൽ ഇനിയും ഒരുപാട് നാൾ അധ്യാപക വൃത്തി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അംഗനവാടി അധ്യാപിക പ്രതിനിധി രതിക ടീച്ചർ സംസാരിച്ചു. അധ്യാപിക ത്രേസ്യ ടെസി നന്ദി അറിയിച്ചു. സീനിയർ അസിസ്റ്റന്റ് സലീല ബിയാട്രിസ്, അധ്യാപകർ മെഫിൻ സ്റ്റാലി, ഫെബിൻ സേവ്യർ, റെക്സി റോസ്, ഫിലോമിന ജോജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അന്ന് എനിക്ക് ആദ്യ പാഠങ്ങൾ പഠിച്ചത് ഇവിടെ നിന്നാണ്. അന്ന് ഇവിടുത്തെ എച്ചമായിരുന്നു ആലിന് സാറ്. അന്നത്തെ ടീച്ചർമാരെയും സാറുമാരെയും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കൊണ്ടു നടക്കുന്നു. കാരണം നമ്മുടെ ആദ്യ പാഠങ്ങൾ ഇവിടെ തുടങ്ങുന്നു. എവിടെയാണോ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത് അവിടെയായിരിക്കും എന്നും നമ്മുടെ മനസ്സ്. ഇന്ന് അംഗനവാടികളുണ്ട്. ഒരു 2.5-3 വയസ്സാകുമ്പോഴേക്കും അംഗനവാടികളിലേക്ക് ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.